Alhamdulillah. Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala ashrafil mursalin wa ala man tabi'ahum bi ihsanin ila yawmiddin. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 113 മുതൽക്കുള്ള സൂക്തങ്ങളാണ്. 113 മുതൽക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് 116 വരെ എന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم لمن المقربين. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. قال ألقوا فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. وجاء السحرة മാരണക്കാർ അല്ലെങ്കിൽ ആഭിചാരക്കാർ അല്ലെങ്കിൽ ജാലവിദ്യക്കാർ അവർ വന്നു. ഫിർഔനിൻ്റെ അടുത്ത്. ഖാലു എന്നിട്ട് അവർ ചോദിച്ചു, ഇന്ന ലന ല അജ്റൻ തീർച്ചയായും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടാകുമല്ലോ. ഇൻ കുന്ന ഞങ്ങളാണെങ്കിൽ നഹ്നു അൽ ഗാലിബീൻ ഞങ്ങൾ വിജയികളായാൽ ഞങ്ങൾക്ക് അതിന് അർഹമായ പ്രതിഫലം കിട്ടുമല്ലോ അല്ലേ എന്ന് അവർ ഫിർഔനിനോട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. ഖാല നഅം അയാൾ പറഞ്ഞു, നഅമുണ്ട്, അതെ തീർച്ചയായും. വ ഇന്നക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ല മിനൽ മുഖറബീൻ നിങ്ങൾ നമ്മുടെ സമീപസ്ഥരായിത്തീരും. ഖാലു അവർ പറഞ്ഞു, യാ മൂസ ഓ മൂസ ഇമ്മ അൻ തുൽഖിയ ഒന്നുകിൽ നീ എറിയുക, വ ഇമ്മ നക്കൂനു വ ഇമ്മ അൻ നക്കൂന അല്ലെങ്കിൽ ഞങ്ങളാവാം നഹ്നുൽ മുൽഖീൻ ആദ്യം എറിയുന്നത്. ഞങ്ങൾക്ക് ആരാണ് ആദ്യം ജാലവിദ്യ ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചു. ഖാല അദ്ദേഹം പറഞ്ഞു, അൽഖു നിങ്ങൾ ഇടുക അല്ലെങ്കിൽ നിങ്ങൾ എറിയുക. ഫലമ്മ അൽഖൗ അവരെറിഞ്ഞപ്പോൾ സഹറു അഅയുനൻ നാസി ജനങ്ങളുടെ കണ്ണുകളെയൊക്കെ അവർ വശീകരിച്ചു, സിഹ്ർ ചെയ്തു. വസ്തർഹബൂഹും അവരവരെ പേടിപ്പിച്ചു. വജാഉ ബി സിഹ്റിൻ അളീം അവർ വലിയ ജാലവിദ്യയാണ് അല്ലെങ്കിൽ വലിയ മാരണം തന്നെയാണ് കൊണ്ടുവന്നത്, ഇവിടെ ഹാജരാക്കിയത്. ഒന്നുകൂടെ അർത്ഥം പറയാം. വജാഅ സഹറത്തു ജാഅന വന്നു, സഹറത്ത് സാഹിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സഹറത്ത്, മാരണക്കാർ അല്ലെങ്കിൽ ജാലവിദ്യക്കാർ എന്നൊക്കെയാണ് അർത്ഥം. ഫിർഔനിൻ്റെ സമീപത്ത് വന്നു. ഖാലു എന്നിട്ട് അവർ ചോദിച്ചു, ഇന്ന ലനാ ല അജ്റൻ അജ്ർ എന്ന പ്രതിഫലം ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടല്ലോ. ഇൻ കുന്ന ഞങ്ങളാണെങ്കിൽ നഹ്നു ഞങ്ങൾ അൽ ഗാലിബീൻ വിജയിക്കുന്നവർ. ഖാല നഅം അയാൾ പറഞ്ഞു, അതെ ഉണ്ട്. വ ഇന്നക്കും ലമിനൽ മുഖറബീൻ നിങ്ങൾ സാമീപ്യമുള്ളവരിൽ നമ്മുടെ സ്വന്തക്കാരായി മാറും. ഖാലു അപ്പോൾ അവർ മൂസ നബി അലൈഹി സ്വലാമയോട് പറഞ്ഞു, യാ മൂസ അല്ലയോ മൂസ ഇമ്മ അൻ തുൽഖിയ ഒന്നുകിൽ നീ തുടങ്ങിക്കോ നീ എറിയുക അല്ലെങ്കിൽ നീ ഇടുക. വ ഇമ്മ അൻ നക്കൂൻ അല്ലെങ്കിൽ ഞങ്ങളാവാം നഹ്നുൽ മുൽഖീൻ തുടങ്ങുന്നത്, ഞങ്ങളാവാം ആദ്യം എറിയുന്നവർ അല്ലെങ്കിൽ ഇടുന്നവർ. അൽക്കാറിനെ ഇട്ടു അവരുടെ കയ്യിലുള്ള കയറും വടിയൊക്കെയാണ് സംഭവം സൂചിപ്പിക്കുന്നത്. ഖാല അദ്ദേഹം പറഞ്ഞു, അൽഖൂ നിങ്ങൾ ആദ്യം എറിയുക അല്ലെങ്കിൽ ഇടുക. അൽക്കാറിനെ എറിയുക എന്ന് അർത്ഥമുണ്ട്, ഇടുക എന്ന് അർത്ഥമുണ്ട്. ഫലമ്മ അൽഖൗ അവരതിനെ എറിഞ്ഞപ്പോൾ സഹറു അവർ വശീകരിച്ചു അല്ലെങ്കിൽ അവർ ജാലവിദ്യയിൽ അകപ്പെടുത്തി, മാരണത്തിൽ അകപ്പെടുത്തി അഅയുനൻ നാസി ജനങ്ങളുടെ കണ്ണുകളെ.
വസ്തർഹബു അവർ പേടിപ്പിച്ചു ഹും ആ ജനങ്ങളെ ഈ ജാലവിദ്യയിലൂടെ. വജാഉ ബി സിഹ്റിൻ അളീം അവർ വലിയ ജാലവിദ്യ, വലിയ മാരണം തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതേ കാര്യം പദവ്യത്യാസത്തോടു കൂടി സൂറത്തു ശുഅറായിൽ വിശദമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തു ത്വാഹായിലും പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഊന്നലുകൾക്ക് വ്യത്യാസമുണ്ടാകും. ഇവിടെ നമുക്കറിയാം, പ്രവാചകന്മാരുടെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഖുറൈശികളെ ഉണർത്തുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് ഒറ്റപ്പെട്ട വ്യക്തിയല്ല. അദ്ദേഹത്തെ ഏത് നിമിഷവും അള്ളാഹുവിന് സഹായിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം നിങ്ങളോട് പറയുന്ന ഖുർആൻ, നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുന്ന ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആയതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം മൂസാ പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ പ്രബോധിതരായ ജനങ്ങൾ ചെയ്തതുപോലെ ധിക്കാരം അനുവർത്തിച്ചാൽ സംഭവിക്കാനിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ദോഷമായിരിക്കുമെന്നവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയെ വേണമെങ്കിൽ അള്ളാഹുവിന് സഹായിക്കാവുന്നതാണ്. അമാനുഷികമായ, അദൃശ്യമായ, മനുഷ്യൻ്റെ സങ്കല്പത്തിനൊക്കെ അതീതമായ വിധത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ദോഷകരമായാണ് ഭവിക്കുക എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വജാഅ സഹറത്തു ഫിർഔനിൻ്റെ അടുക്കലേക്ക് ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ. ആ നാട്ടിലുള്ള ജാലവിദ്യക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്. അവരിൽ മുഖ്യന്മാരായിട്ടുള്ള 5 പേരാണ്. പിന്നെ ബാക്കിയുള്ളവർ അവരുടെ സഹായികളും. അങ്ങനെയാണല്ലോ, ഒരു ജാലവിദ്യക്കാരൻ അല്ലെങ്കിൽ ഒരു മാരണക്കാരൻ, അയാൾക്ക് കുറേ ഹെൽപ്പർമാരുണ്ടാകും. ആ രംഗം കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയും അയാൾ ജാലവിദ്യ നടത്തുന്ന ആൾക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു കൊടുക്കുവാനും സംസാരിക്കുവാനും ഒക്കെ കുറേ അങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹായികളും. നമ്മളെ നാട്ടിലുണ്ടല്ലോ പല മന്ത്രവാദികളും, പല സിഹ്ർ ചെയ്യുന്നവരും, പല പ്രശ്നം വെപ്പുകാരും. ഇങ്ങനെ ഇവർക്കൊക്കെ അതിനെ പറ്റി ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന, അവരുടെ മഹത്വം വർണ്ണിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഏജൻറ്റുമാർ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഈ മുഖ്യ മാരണക്കാരുടെ കൂടെയുണ്ട്. അവർ വന്നിട്ട് മൂസാ നബി ഫിർഔനിനോട് ആദ്യം തന്നെ ചോദിക്കുന്നത്, ഞങ്ങൾ ജയിച്ചാൽ പ്രതിഫലം ഉണ്ടാകുമല്ലോ അല്ലേ? എന്ന് വെച്ചാൽ പണത്തിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലുമാണ്. അപ്പോൾ ഫിർഔൻ അവരോട് പറഞ്ഞ മറുപടി, നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ നമ്മുടെ സമീപസ്ഥരായി മാറും. ഭരണകൂടത്തിൻ്റെ സമീപസ്ഥരായി മാറുക പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അടുക്കൽ പ്രത്യേക പരിഗണന ഉണ്ടാകും. നിങ്ങൾക്കതിനാവശ്യമായ സഹായങ്ങളൊക്കെ നമ്മിൽ നിന്ന് കിട്ടും. നമ്മുടെ സ്വന്തക്കാരായി മാറും. അതാണ് മുഖറബീൻ, ഖരീബ്, ഖറുബ എന്നൊക്കെ പറഞ്ഞ വാക്ക് നമുക്ക് അറിയുണ്ടാകും എന്ന് അയാൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ പിന്നെ അവർ മൂസാ നബിയോട് ചോദിക്കുക, ടോസ് അറിയില്ല. നമ്മളവിടെ ഒരു കളിയൊക്കെ തുടങ്ങുമ്പോൾ ആർക്കാ ടോസ് കിട്ടുക? ആദ്യം കിട്ടുന്നവർ, അവസാനം കിട്ടുന്നവർ, അതിലൊക്കെ ചില കാര്യങ്ങളുണ്ടാകും. അത് ഇന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നവർ ടോസ് കിട്ടിയാൽ അവർക്കാണ് പിന്നെ അവകാശം. ഞങ്ങൾ ബാറ്റ് ചെയ്യണോ, അപ്പുറത്ത് മറ്റേ ടീം ആദ്യം ബാറ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഈ ടോസ് ലഭിച്ച ആളുകൾക്കാണ്. ഇവിടെ ഫിർഔൻ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മാരണക്കാർ മൂസാ നബിയോട് ചോദിക്കുന്നത്, മൂസ ആദ്യം നീ ചെയ്യണോ, ആദ്യം ഞങ്ങളോ? എന്താ വേണ്ടത്? ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആദ്യം എനിക്കുള്ള എന്താ വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങൾ പിന്നെ ആയിക്കോളാം. അല്ല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള, അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ കയറും വടിയൊക്കെ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്, ഇതുകൊണ്ടുള്ള ജാലവിദ്യയാണ് അവരുടേത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമക്ക് പൂർണ്ണമായും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അവരുടെ ഈ മാരണം കണ്ടു. ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖിൻ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ എറിഞ്ഞോളൂ, നിങ്ങളുടേതാവട്ടെ ആദ്യത്തെ ഊഴം, ഞാൻ പിന്നെ ചെയ്തോളാം. സഹറ ജനങ്ങളുടെ കണ്ണുകളെ വശീകരിച്ചു. അയ്യുൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഐന് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അയ്യുന്. കണ്ണുകളെ വശീകരിച്ചു. സഹറു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാക്കിന് അർത്ഥം എന്താണ്? പ്രഭാത സമയം എന്ന. സഹർ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് പ്രഭാത സമയത്തിനുള്ള പ്രത്യേകത? ഇരുട്ടിങ്ങനെ മാഞ്ഞു വരികയാണ്, എന്നാൽ വെളിച്ചം തെളിഞ്ഞിട്ടുമില്ല.
വെളിച്ചം തെളിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു രൂപം കണ്ടാൽ, ഒരു മനുഷ്യനവിടെ കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടാൽ മനുഷ്യനാണോ അതോ വല്ല ജന്തുക്കളാണോ എന്ന് തോന്നും. ഒരു വടി കണ്ടാൽ ഇത് വടി തന്നെയാണോ അത് പാമ്പാണ്. ആ വെളിച്ചൊന്നും കൊണ്ടുവന്ന് അവിടെ ഒരു സാധനം ഉണ്ട് മുമ്പിൽ, ഒന്ന് അടിച്ചു നോക്കുമ്പോൾ ഒരു കയറ് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാമ്പ്, അല്ലെങ്കിൽ ഒരു വടി കിടക്കുകയാണ്, പാമ്പാണെന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെയുള്ളൊരു സമയമാണ് സഹർ. അതിൽ നിന്നാണ് ഇവർക്ക് സാഹിർ, മനുഷ്യന് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ വശീകരിക്കുക എന്നുള്ള ജാലവിദ്യയും കൺകെട്ടൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാറ്. ജാലവിദ്യ യഥാർത്ഥത്തിൽ സംഭവിക്കണമല്ലോ. അവരുടെ കയ്യിലുള്ള കൈയടക്കത്തിലൂടെ അവർ ചില സൂത്രങ്ങൾ ഒപ്പിക്കുകയാണ്. അവർ കയ്യിൽ നിന്ന് പ്രാവിനെ കൊണ്ടുവരും, ഒരു ടവലായിരിക്കും, അതിങ്ങനെയുണ്ട് ഒന്ന് കൈ നൂർത്തുമ്പോൾ കാണാൻ ടവലൊരു പ്രാവായി ഇങ്ങോട്ട് മാറണം, അല്ലെങ്കിൽ ഒരു മുയലായി ഇങ്ങോട്ട് മാറണം. ഇതിലൊക്കെ എന്തോ സൂത്രങ്ങളാണല്ലോ അവർ ഒപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയായി മാറല്ല. അവരുടെ കൈയടക്കം, അവരുടെ കൈവേഗത കൊണ്ട് ഒരാളുകളുടെ കണ്ണുകളെ വശീകരിക്കണം. അതാണ് ഇവരിവിടെ ചെയ്തത്. സഹറ എന്ന പദത്തിനർത്ഥം അതാണ്, പ്രഭാതം. സഹറു അഅ്യുനന്നാസി, ജനങ്ങളുടെ കണ്ണുകളെ അവർ വശീകരിച്ചു. ജാലവിദ്യക്കാർ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന എന്തൊക്കെയോ തന്ത്രങ്ങൾ, അതല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലുള്ള ടവ്വൽ പ്രാവായി മാറണില്ല. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അൽഖൗ സഹറു ഫലമ്മ അൽഖൗ സഹറു അഅ്യുനന്നാസി വസ്തർഹബൂഹും, അതിലൂടെ ഇത് പാമ്പുകളാണെന്ന് അവരുടെ കണ്ണുകൾക്ക് തോന്നിയപ്പോൾ ജനങ്ങളെ പേടിപ്പിക്കുന്ന നിറച്ച് പാമ്പ്, കയറുകളൊക്കെ പാമ്പായി മാറുന്നു, വടികളൊക്കെ പാമ്പായി മാറുന്നു. അതിനുള്ള എന്തോ തന്ത്രങ്ങളാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. വസ്തർഹബൂഹും, റഹ്ബത്ത് എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച വാക്കുകളാണ്. അതിൽ നിന്നുണ്ടായത് ഇസ്തർഹബൂഹും, അവരവരെ പേടിപ്പിച്ച് കളഞ്ഞു. വജാഉ ബിസിഹ്റിൻ അളീം, അവർ വലിയ മാരണവും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ ജാലവിദ്യ തന്നെയാണ്, സിഹറുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അലീം എന്ന് പറഞ്ഞാൽ വലുത്, കടുത്തത്. അതുവരെയാണ് നമ്മൾ ഓതിയത്. അപ്പോൾ ഏകദേശം അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഓതിയാൽ മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഖുർആൻ പഠിക്കാൻ നമ്മൾ ഇനി ഒരു സ്വയം ഓതി നോക്കുക. വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പരിഭാഷ വീട്ടിലുണ്ടാകുമല്ലോ, ഒന്നെടുത്ത് വായിച്ച് നോക്കുക. നാളെ വരുന്നതിൻ്റെ മുമ്പ് സുബൈൻ്റെ മുമ്പൊക്കെ നീക്കുമല്ലോ നമ്മൾ, ഒന്ന് വായിച്ച് നോക്കുക. എന്നാൽ പിന്നെ ആരിനും സഹായം ഇല്ലാതെ തന്നെ ഖുർആൻ ഓതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ഓതിയാൽ നമുക്ക് മനസ്സിലാകണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. കാരണം അള്ളാഹിൻ്റെ നിയമം നമുക്ക് അറിയില്ലായിരുന്നു എന്ന് അള്ളാഹിനോട് നാളെ പറയാൻ പറ്റില്ല. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. ഖുർആനിലെ സൂക്തങ്ങൾ ഓരോന്നും എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളെ പരിവർത്തിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഖുർആൻ 5 വിധത്തിലുണ്ടാകും. ഖുർആൻ്റെ സൂക്തങ്ങൾ 5 വിധത്തിലുണ്ട്. ഖുർആൻ്റെ സൂക്തങ്ങൾ ഒന്ന് ഹലാലാണ്, ഒന്ന് ഹറാമാണ്, ഒന്ന് മുഹക്കമാണ്, ഒന്ന് മുത്തശാബിഹാണ്, ഒന്ന് അംസാലാണ്. ഈ 5 കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഹറാം എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ഹറാമായി തന്നെ, ഹലാലാണ് ആദ്യം. ഹലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഹലാലായി അനുവദനീയമായി സ്വീകരിക്കുക. രണ്ടാമത്തെ വിഭാഗം ഹറാമാണ്, അത് ഹറാമായി തന്നെ മനസ്സിലാക്കണം. ഖുർആനിൽ ഒരുപാട് കാര്യം നിഷിദ്ധമാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഹറാമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. മൂന്നാമത്തേത് മുഹക്കമാണ്. മുഹക്കം എന്ന് പറഞ്ഞാൽ നിയമനിർദ്ധാരണം വളരെ കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും നമുക്ക് സാധിക്കുന്നത്. ആ ആയത്ത് ഓതിയാൽ അതിനകത്ത് ഇന്ന നിയമമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഉൾക്കൊള്ളലാണ് മുഹക്കം. സൂറത്തു ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ നമ്മളത് 6-ാമത്തെ 7-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടും ഉഖറു മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടല്ലോ, അള്ളാഹുവാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഹുന്ന ഉമ്മുൽ കിതാബ് ഉഖറു മുത്തശാബിഹാത്ത്. മുഹക്കമാത്ത ആയത്തുകളും മുത്തശാബിഹാത്തായ ആയത്തുകളും സൂറത്ത് ആൽ ഇമ്രാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുഹക്കം. അത് നിങ്ങൾ കൃത്യമായി സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. അമലു ബിൽ മുഹക്കം എന്ന, മുഹക്കം അനുസരിച്ച് നിങ്ങൾ അമല് ചെയ്യണം എന്ന, പ്രവർത്തിക്കണം. പിന്നെ അള്ളാഹു തആല പറഞ്ഞത് ആമിനു ബിൽ മുത്തശാബിഹ്, പിന്നെ മുത്തശാബിഹായ നമുക്ക് ആശയങ്ങൾ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ചില സൂക്തങ്ങൾ, അത് നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും പരിമിതിയാണ്. അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ അർശിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കുർസിയെ സംബന്ധിച്ച്, നരകത്തിൽ മുളക്കുന്ന മരത്തെ സംബന്ധിച്ച്, വ്യത്യസ്തങ്ങളായ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ആലോചിച്ചാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടൂല. അങ്ങനെ മുത്തശാബിഹാത്തായ ആയത്തുകളുണ്ട്. അതിനെ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു പറഞ്ഞതാണ്, അങ്ങനെ തന്നെ സംഭവിക്കും. അവസാനം വഅ്തബിറു ബിൽ അംസാൽ, ഉദാഹരണങ്ങളും ഉപമകളും ചരിത്രകഥകളും. ഇതൊരു ചരിത്രകഥയാണ്. ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം, ഇബ്രത്ത് ഉൾക്കൊള്ളണം. വഅ്തബിറു ബിൽ അംസാൽ, അംസാൽ പറഞ്ഞാൽ ഉദാഹരണങ്ങൾ,
ഉപമകൾ, ചരിത്രങ്ങൾ, കഥകൾ ഒക്കെയാണ് അംസാൽ. അതിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ കഥ നമ്മളിങ്ങനെ ഒരു പാഠവും ഉൾക്കൊള്ളാതെ അങ്ങനെ വെറുതെ ഓതിപ്പോകല്ല വേണ്ടത്. അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് ഉൾക്കൊള്ളണമെങ്കിൽ എന്താ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ വിധത്തിൽ ഖുർആനെ സമീപിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എന്നും അവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.